മാ മാട്ടി മാനുഷ് എന്നുവെച്ചാൽ മാതാവ്, മണ്ണ്, മനുഷ്യർ. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നത്. പക്ഷേ പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 ഫർഗാനസ് ജില്ലയിലെ ഒരു പിന്നോക്ക ഗ്രാമമായ സന്ദേശ് ഖാലിയിലെ അമ്മമാരും മനുഷ്യരും മണ്ണും ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചവരോട് കേഴുകയാണ് അവരുടെ മാനത്തിനും മണ്ണിനും നിലനിൽപ്പിനും വേണ്ടി. ജനുവരി 5-ന് റേഷൻ അഴിമതി കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ തേടി ED എത്തുന്നതോടുകൂടെയാണ് ഇവിടെ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിയൊഴുകിയത്. EDക്ക് കീഴടങ്ങാതെ അയാൾ ഒളിവിൽ പോകാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് അയാളുടെ കൂട്ടാളികൾ അവിടെ അക്രമം അഴിച്ചുവിടുന്നു. ഷാജഹാൻ ഷെയ്ഖും അയാളുടെ കൂട്ടാളികളും ഒളിവിലായതോടുകൂടെ ഫെബ്രുവരി 6-ന് ഗ്രാമത്തിലെ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലെത്തി ഷാജഹാനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. അയാൾ ഒളിവിൽ പോയ ധൈര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ അതുവരെ അവർ നേരിട്ട അക്രമം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സ്ത്രീകൾ പിച്ചി ചീന്തപ്പെട്ട കഥകൾ. ഓരോ ദിവസവും ഓരോ സ്ത്രീകൾ എന്ന നിലയിൽ അയാളും കൂട്ടാളികളും അവരെ മാനഭംഗത്തിനിരയാക്കിയത്. ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും പിച്ചി ചീന്തപ്പെട്ടു. എതിർത്തവരുടെ ഭൂമി അയാൾ പിടിച്ചെടുത്തു. എതിർക്കുന്ന പുരുഷന്മാരെ മർദ്ദിച്ചവശരാക്കി, വകവരുത്തി. അവിടുത്തെ പോലീസും നിയമവുമെല്ലാം അയാൾ തന്നെയായിരുന്നു. 10 വർഷമായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനങ്ങൾ കേട്ട് രാജ്യം ഞെട്ടി. എന്നാൽ മമതാ ബാനർജിയുടെ ഗവൺമെൻറ് അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിട്ടില്ല. ഇതോടുകൂടി അവിടെ സംഘർഷാവസ്ഥയായി. ഫെബ്രുവരി 8-ന് ഷെയ്ഖിൻ്റെ ഉടമസ്ഥതയിലുള്ള 3 കോഴി ഫാമുകൾക്ക് പ്രതിഷേധക്കാർ തീയിട്ടതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഭരണവും പോലീസും നിയമവും എല്ലാം അയാൾക്കു വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തു. ആദിവാസികളും മത്സ്യത്തൊഴിലാളികളും പട്ടിക വിഭാഗക്കാരുമാണ് ആക്രമണങ്ങൾക്കിരയായത്. ഷാജഹാന്റെ സാമ്രാജ്യമായിരുന്നു സന്ദേശ് ഖാലി. അവിടെ അയാൾ പറയുന്നതാണ് നിയമം. ഗുണ്ടകളുടെ തേർവാഴ്ച. ഭൂമി തട്ടിയെടുക്കുക, അടിമവേല ചെയ്യിക്കുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, എതിർക്കുന്നവരെ വകവരുത്തുക. ഇതാണ് സന്ദേശ് ഖാലിയിൽ അയാൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഡ്രൈവറായിരുന്ന ഇയാൾ 2003-ലാണ് പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. എന്നാൽ 2013-ൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം കൂടി. അതോടെ അയാളുടെ തേർവാഴ്ച ആരംഭിച്ചു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവിടെ അയാൾ എല്ലാത്തരം ബിസിനസ്സും കെട്ടിപ്പൊക്കി. സഹോദരന്മാരായ സിറാജുദ്ദീനും ആലംഗീറുമാണ് ഇയാളുടെ പ്രധാന കൂട്ടാളികൾ. CPM-ഉം BJP-യും ഒരുപോലെ മമതാ ബാനർജിക്കെതിരെ രംഗത്തു വന്നു. ദേശീയ വനിതാ കമ്മീഷനും ബംഗാൾ ഗവർണറും ദേശീയ പട്ടികജാതി കമ്മീഷനും മമതയുടെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രതിപക്ഷം അവിടെ രാഷ്ട്രപതി ഭരണം വേണമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ മമത ഒരാളെയും അവിടേക്ക് കയറ്റിവിട്ടില്ല. എതിർപ്പ് രൂക്ഷമായതോടുകൂടെ ഷെയ്ഖ് ഷാജഹാനെ ഫെബ്രുവരി 24-ന് 55 ദിവസങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്തു. മാർച്ച് 16 രാത്രിയിൽ അയാളുടെ സഹോദരൻ ഷെയ്ഖ് ആലംഗീറും 2 കൂട്ടാളികളും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഭാരതം ഇലക്ഷൻ ചൂടിലുരുകുമ്പോൾ സന്ദേശ് ഖാലിയിലെ അഗ്നിപർവ്വതം പൂഴ്ത്തിവെക്കാൻ മമതയ്ക്ക് സാധിക്കാതിരിക്കട്ടെ.